ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേം ഓഫ് പേറ്റന്റ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു വ്യക്തിക്ക് എത്ര കാലം വരെ അദ്ദേഹത്തിന്റെ ആ ഇൻവെൻഷന്റെ മുകളിൽ പേറ്റന്റ് ലഭിച്ച് അതുമായി മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേറ്റന്റിന്റെ കാലയളവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അമെൻമെന്റിന് മുൻപുള്ള കാര്യവും അതുപോലെ തന്നെ അമെൻമെന്റിന് ശേഷമുള്ള കാര്യവും ഡിസ്കസ് ചെയ്യണം. സോ 2002 ഈ പേറ്റന്റ് ആക്ടിൽ ഒരു അമെൻമെന്റ് വരുന്നത്. സോ ഈ അമെൻമെന്റിന് മുൻപേ പേറ്റന്റിന്റെ ടേം അല്ലെങ്കിൽ പേറ്റന്റിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സപ്പോസ് നമ്മൾ ഒരു പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന്റെ മുകളിലോ അതല്ലെങ്കിൽ മെത്തേഡിന്റെ മുകളിലോ ആണ് പേറ്റന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പേറ്റന്റ് ചെയ്ത് സീൽ ചെയ്തത് തൊട്ടിട്ട് 5 വർഷം, അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ എല്ലാ വിധത്തിലുള്ള അതായത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനും നമ്മൾ കൊടുത്ത് ഫയൽ ചെയ്തിട്ടുള്ള ആ ദിവസം തൊട്ടിട്ട് 7 വർഷം വരെ ഇതിലേതെങ്കിലും ആയിരിക്കും എന്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, പേറ്റന്റിന്റെ കാലാവധിയായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ 2 കാലയളവിൽ ഏറ്റവും ചെറിയ കാലയളവ് ഏതാണ് ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേറ്റന്റിന്റെ ടേം ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു പ്രോസസ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് അതല്ലെങ്കിൽ പ്രോസസ്സിന്റെ മുകളിലാണ് നമ്മൾ പേറ്റന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പേറ്റന്റ് ഒബ്റ്റെയിൻ ചെയ്ത് സീൽ ചെയ്തത് തൊട്ടിട്ട് ഉള്ള 5 വർഷം, അതല്ലെങ്കിൽ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ പേറ്റന്റിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്ത ആ ദിവസം തൊട്ടിട്ട് 7 വർഷം. ഇതിൽ ഏത് വർഷമാണ് ഏറ്റവും ഷോർട്ടർ ആയിട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ പ്രോസസ് പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാലയളവായിട്ട് കണക്കാക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയാം, അതായത് പ്രോസസ് പേറ്റന്റ് അല്ല. പ്രോസസ് പേറ്റന്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻവെൻഷന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പേറ്റന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെൻഷന്റെ പേറ്റന്റ് കാലാവധി എന്ന് പറയുന്നത് അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള അടുത്ത 14 വർഷമായിരിക്കും. സോ ഒരു പ്രോസസ് പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം സീൽ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് 5 വർഷം, അതല്ലെങ്കിൽ പേറ്റന്റിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ടുള്ള 7 വർഷം, ഇതിലേതാണ് ഷോർട്ടർ വൺ അതാണ് പേറ്റന്റിന്റെ ടേം എന്ന് പറയുന്നത്. ഈ പ്രോസസ് പേറ്റന്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇൻവെൻഷന്റെ മുകളിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള പേറ്റന്റിന്റെ കാലയളവ് എന്ന് പറയുന്നത് 14 വർഷമാണ്. അമെൻമെന്റിന് മുന്നേ ഉള്ള കാലയളവിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ അമെൻമെന്റിന് ശേഷം പേറ്റന്റിന്റെ കാലാവധി എത്രയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 53 ഓഫ് പേറ്റന്റ്സ് ആക്ട് ആണ്. സോ സെക്ഷൻ 53 സബ്സെക്ഷൻ 1 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമെൻമെന്റിന് ശേഷം പേറ്റന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പേറ്റന്റ് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് 20 വർഷം വരെയാണ് ആ പേറ്റന്റിന്റെ കാലാവധിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പേറ്റന്റ് കിട്ടി നെക്സ്റ്റ് 20 ഇയേഴ്സ് വരെയാണ് പേറ്റന്റ് കാലാവധി എന്ന് പറയുന്നത്. സപ്പോസ് അമെൻമെന്റിന് മുൻപ് പേറ്റന്റ് ലഭിച്ചു, പക്ഷെ അത് ഈ അമെൻമെന്റ് വന്നതിന് ശേഷം എക്സ്പയർഡ് ആയിട്ടില്ല. അതായത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു ഈ അമെൻമെന്റിന് മുന്നേ 5 വർഷം 7 വർഷം 14 വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ആ ഒരു കാലയളവിൽ ഇവർക്ക് എന്ത് കിട്ടി, പേറ്റന്റ് കിട്ടി. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെയാണ് പുതിയ അമെൻമെന്റ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ 5 വർഷം 4 വർഷം എന്നുള്ളതൊക്കെ 5 വർഷം 7 വർഷം 14 വർഷം എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ പേറ്റന്റ് കിട്ടി നെക്സ്റ്റ് 20 ഇയേഴ്സ് വരെ ആയിരിക്കും അതിന്റെ കാലാവധിയായിട്ട് കണക്കാക്കുന്നത് എന്നാണ് സബ്സെക്ഷൻ 1 പിന്നെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആപ്ലിക്കേഷന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. 20 വർഷം തന്നെ ആയിരിക്കും, അതായത് പേറ്റന്റ് കിട്ടി 20 വർഷം തന്നെ ആയിരിക്കും അവരുടെയും കാലാവധി എന്നാണ് സെക്ഷൻ 53 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സബ്സെക്ഷൻ 2 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് ഒരു ടൈം പീരിയഡ് ഈ പേറ്റന്റിക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് ആ ടൈമിന്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ പേറ്റന്റ് പുതുക്കുന്നതിനായിട്ടുള്ള ഫീസ് അടച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട്.
സോ ആ ഒരു സമയപരിധിക്കുള്ളിൽ ഈ പേറ്റന്റ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ആ പേറ്റന്റിന്റെ വാല്യൂ നഷ്ടപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ലോല് എന്തൊക്കെ പറഞ്ഞോട്ടെ, പേറ്റന്റ് റിന്യൂവൽ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിന്റെ ഉള്ളിൽ റിന്യൂവൽ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേറ്റന്റിന്റെ എഫക്റ്റ് നഷ്ടപ്പെടും എന്നാണ് സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് ഈ റിന്യൂവൽ ഫീസ് അടയ്ക്കാനുള്ള സമയം നമ്മുടെ കൺട്രോളർ നീട്ടി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ റിന്യൂവൽ ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷവും ഇവരുടെ ആ ഒരു പേറ്റന്റ് എഫക്റ്റ് നഷ്ടപ്പെടുന്നതായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 53 സബ്സെക്ഷൻ 3 ഒമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സബ്സെക്ഷൻ 4 എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. സോ സബ്സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, റിന്യൂവൽ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ നമ്മുടെ പേറ്റന്റ് കാലഹരണപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിന്റെ ടൈം എത്തി, അതിനുശേഷം അതിന്റെ ആ ഒരു അതായത് അതിന്റെ ആ എക്സ്പയറി ഡേറ്റ് എത്തി, ആ 20 years കഴിഞ്ഞിട്ട് ആ ഒരു പേറ്റന്റിന്റെ കാലാവധി അവസാനിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മുടെ പേറ്റന്റ് ലോന്റെ അണ്ടറിൽ ഒരു സബ്ജക്ട് മാറ്റർ ആയിട്ട് വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റിന്യൂവൽ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ പേറ്റന്റ് കാലഹരണപ്പെട്ടു പോവുകയാണെങ്കിലോ, അതല്ലെങ്കിൽ ടൈം എത്തി, ആ 20 years കഴിഞ്ഞു, അങ്ങനെ ആ പേറ്റന്റ് എന്താവുകയാണ്, അതിന്റെ ആ ഒരു ടൈം ലിമിറ്റ് അവസാനിച്ച് പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ നമ്മുടെ പേറ്റന്റ് നിയമത്തിന്റെ അണ്ടറിൽ ഒരു സംരക്ഷണം ഒന്നും കിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാലഹരണപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ആ ഒരു ഇൻവെൻഷൻ സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് നിർമ്മിക്കാനോ വാങ്ങാനോ വിൽക്കാനോ വിതരണം ചെയ്യാനോ ഒക്കെ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.